വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുവീൻ. ദിക്റൻ കസീറ, ദിക്റൻ കസീറ, ധാരാളം ഓർക്കണം നിങ്ങൾ. കാരണം അത്രക്ക് വിഷമങ്ങളുടെ നടുവിലാണ് നിങ്ങളുടെ ജീവിതം, അത്രക്ക് ശത്രുക്കളാ നിങ്ങൾക്ക് ചുറ്റും, അത്രമാത്രം നിങ്ങളെ പഴപ്പിക്കാനുള്ള കക്ഷികളാ നിങ്ങൾക്ക് ചുറ്റും. അതുകൊണ്ട് വളരെ ജാഗ്രത വേണം, വളരെ ശ്രദ്ധ വേണം. ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. വസബ്ബിഹൂഹു, നിങ്ങൾ അവനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം, തസ്ബീഹുകൾ അധികരിപ്പിക്കണം. ബുക്റത്തൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും. ബുക്റ എന്ന് പറയുമ്പോൾ സുബഹിയായി കഴിഞ്ഞ് ഫജറായി കഴിഞ്ഞ് സൂര്യോദയം നടക്കുന്നതിന്റെ ഇടയ്ക്കുള്ള സമയമാണ് ബുക്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അസീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്വലാത്തുൽ അസ്ർ, അസറിന്റെ സമയം മുതൽ മഗ്രിബ് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള സമയം. ഈ രണ്ട് സമയങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് തസ്ബീഹുകൾക്ക് പുണ്യമുണ്ട്, ദിക്റുകൾക്ക് പുണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആ സമയത്തൊക്കെ അദ്കാറുസ് സബാഹ്, അദ്കാറുൽ മസാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദിക്റുകൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുമുണ്ട്. ഇവിടെയൊക്കെ സഹോദരന്മാരെ, നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിങ്ങൾ ദിക്റുകൾ അധികരിപ്പിക്കണം എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാചകമായി കൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അദ്ദിക്റു ലിൽ ഖൽബി മിസ്ലുൽ മാഇ ലിസ്സമക്കി. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഈ ദിക്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ കൊണ്ടു നടക്കണം, എത്രത്തോളം അത് നമ്മുടെ ഖൽബിലുണ്ടാകണം, നമ്മുടെ നാവിലുണ്ടാകണം, നമ്മുടെ പ്രവൃത്തിയിലുണ്ടാകണം എന്നത് മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണം, ഈ ഉദ്ധരണി കൽപ്പിക്കുന്നത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, അദ്ദിക്റു ലിൽ ഖൽബി മിസ്ലൽ മാഇ ലിസ്സമക്കി ഫകൈഫ യകൂനു ഹാലുസ് സമക്കി ഇദാ ഫാറഖൽ മാ. അദ്ദേഹം ചോദിക്കുകയാണ്, എന്താ അദ്ദേഹം ചോദിക്കുന്നത്? അദ്ദിക്റു ലിൽ ഖൽബി, അദ്ദേഹം പറയാണ്, അദ്ദിക്റു, അള്ളാഹുവിനെ ഓർക്കേണ്ട സമയത്തൊക്കെ കൃത്യമായി ഓർക്കൽ, അതാണ് ദിക്ർ. ആ നിലക്ക് റബ്ബിനെ ഓർക്കേണ്ട സമയത്തൊക്കെ ഓർക്കൽ. ലിൽ ഖൽബി, അത് ഹൃദയത്തിന് എത്രത്തോളം ആവശ്യമാണ്. മിസ്ലൽ മാഇ ലിസ്സമക്കി, മത്സ്യത്തിന് വെള്ളം എത്ര ആവശ്യമാണോ, മത്സ്യവും വെള്ളവും തമ്മിൽ എത്രത്തോളം ബന്ധമാണോ, മത്സ്യത്തിന് വെള്ളം എത്രത്തോളം അത്യാവശ്യമാണോ, അതുപോലെ ഖൽബിന് അത്യാവശ്യമാണ് ദിക്റുല്ലാഹി. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഫകൈഫ യകൂനു ഹാലുസ് സമക്കി, ഒരു മത്സ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇദാ ഫറഖൽ മാ, വെള്ളത്തിൽ നിന്ന് ആ മത്സ്യത്തെ അങ്ങ് വേർപെടുത്തിയാൽ അത് ശ്വാസം മുട്ടി അത് ചത്തുപോവുകയാണ്. ഇതേപോലെയാണ് മനുഷ്യ, നിന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു നിന്നോട് ആവശ്യപ്പെട്ട ദിക്ർ എന്ന് പറയുന്ന പ്രതിഭാസം നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ ഖൽബ് മയ്യിത്തായി പോവുകയാണ്. നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും നീ മരിച്ചവനെ പോലെയാണ്, നിന്റെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല. അതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ കൃത്യമായി ഓർക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ ഓർക്കുന്നവന്റെയും തീരെ അള്ളാനെ അങ്ങനെ ഒരു ചിന്താഗതി പോലും ഇല്ലാതെ താൻ തോന്നിയായി തമ്മാടിയായി ജീവിച്ച് റബ്ബിനെ ഓർക്കേണ്ടിടത്തൊക്കെ ഓർക്കുക പോലും ചെയ്യാതെ ജീവിക്കുന്നവന്റെയും അള്ളാനെ ഓർക്കേണ്ട നിലക്ക് ഓർക്കുന്നവനെയും ചെയ്യുന്നവരുടെ ഉപമ ഒന്ന് മിസ്ലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവനെ പോലെയും മരിച്ചവനെ പോലെയുമാണ്. ദിക്റുള്ളവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെ, ദിക്റില്ലാത്തവനോ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ മയ്യിത്താണ്, അവൻ ശവമാണ്. അവന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം അവന് ജീവൻ നൽകിയ റബ്ബിനെ അവൻ ഓർക്കാൻ തയ്യാറല്ല. അവന്റെ തന്നിഷ്ടത്തിലൂടെ പൈശാചിക സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ടവൻ മുന്നോട്ട് പോകുന്നു. ഇവിടെയാണ് നമ്മുടെ ഈമാൻ കുറഞ്ഞു പോവുക, ഈമാൻ നഷ്ടപ്പെട്ടു പോവുക. ദിക്റുകൾ ഒഴിവാകുമ്പോ ഈമാൻ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് നിലനിർത്താനാണ് അള്ളാഹു കൃത്യമായി തന്നെ പറഞ്ഞത്, വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ വിജയിക്കണോ? അള്ളാഹ് പറയാണ്, വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹനെ ധാരാളമായി ഓർക്കണേ. എന്തിനാ പറയുന്നത് നിങ്ങൾ അള്ളാഹനെ ഓർക്കണമെന്ന്? ലഅല്ലകും തുഫ്ലിഹൂൻ, നമ്മെ സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത്, നിങ്ങൾക്ക് വിജയിക്കണോ,
നിങ്ങൾക്ക് വിജയം കിട്ടണോ, അള്ളാനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാപമോചനത്തിന് കാരണമാണ് ദിക്റുകൾ, സ്വർഗം കിട്ടാൻ നിമിത്തമാണ് ദിക്റുകൾ. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. സൂറത്തുൽ അഹ്സാബിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ്, വദ്ദാകിരീനല്ലാഹ കസീറാ, സ്വർഗം കിട്ടുന്ന മഹാന്മാരെയും മഹദികളെയും കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ മുമ്പ് ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാത്ത് എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ ശേഷം പിന്നെയും പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിച്ച രൂപമാണ് കേട്ടത്. വദ്ദാകിരീനല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും, വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും. അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് റബ്ബ് പറഞ്ഞു, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് പാപമോചനമാണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. വഅജ്റൻ അളീമാ, വമ്പിച്ച പ്രതിഫലമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാന്റെ പാപമോചനം കിട്ടിയാ പിന്നെ കടത്തപ്പെടുന്ന വമ്പിച്ച പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. അതാണ് സ്വർഗം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ. വിശ്വാസികളെ, അള്ളാന്റെ പാപമോചനത്തിലേക്ക്, നിങ്ങളുടെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ട് ഓടിപ്പോയിക്കൊള്ളൂ. അത് മുഖേന വജന്നത്തിൻ, സ്വർഗത്തിലേക്കും ഓടിക്കോ. ആകാശഭൂമികളോളം വിശാലമാണ് ആ സ്വർഗം. അത് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടു വെച്ച സ്വർഗമാണ്. അപ്പൊ അള്ളാഹു പറയുന്നത്, നിനക്ക് സ്വർഗം വേണോ, പാപമോചനം വേണോ, ഈമാന് വർദ്ധിക്കണോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. ഇനി അതിന്റെ വേറെയും ഗുണങ്ങളല്ല പറഞ്ഞു. ഫദ്കുറൂനി അദ്കുറുക്കും, എനിക്ക് നിങ്ങളെ ഓർമ്മ വരണമെങ്കിൽ നിങ്ങൾ എന്നെ ഓർത്തോളണം. അല്ല പറയുന്ന ഉപാധിയാണ്. നമ്മൾ പറയുന്നു, എന്റെ പ്രശ്നങ്ങളൊന്നും അല്ല കേൾക്കുന്നില്ല, ഞാനെന്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, എന്റെ പല പ്രശ്നങ്ങളിലും എനിക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുന്നില്ല. അല്ല പറയുന്നത്, എടോ നീ എന്നെ ഓർക്കാറുണ്ടോ? ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കണമെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും.